ഇനി വെറും മണിക്കൂറുകൾ മാത്രം ഒരു കരയുദ്ധം ആരംഭിക്കാൻ, അതും ഹിസ്ബുള്ളക്കെതിരെ. ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നിരന്തരം ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ കരയാക്രമണത്തിന് കോപ്പുകൂട്ടുന്നു എന്ന വാർത്തയും വരുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു തുറന്ന യുദ്ധം നടത്തുന്നതിനുള്ള സമയമല്ല എന്ന നിലപാട് സ്വീകരിച്ച അദ്ദേഹം പക്ഷേ ഇതിനെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതേസമയം പ്രതിപക്ഷത്തെ വലതുപക്ഷാംഗമായ ഗിദിയോൺ സാറിനെ സർക്കാരിന്റെ ഭാഗമാക്കാൻ നെതന്യാഹു ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും വരികയാണ്. കണ്ടറിയാം, ഹിസ്ബുള്ളക്കെതിരെ വലിയൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കുമ്പോൾ മന്ത്രിതലത്തിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നെതന്യാഹു ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഹിസ്ബുള്ള വഴി ലെബനിലും അതുവഴി ഇറാനും ഒക്കെ തന്നെ തിരിച്ചടി നൽകുക എന്നതാണ് പ്രധാന വിഷയം.